കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ജെറൂക്കയിലെ അന്ധൻ നിലവിളിക്കുക. അവന്റെ നിലവിളി ജനക്കൂട്ടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജനക്കൂട്ടം അവനോട് പറഞ്ഞു, മിണ്ടരുത്. അവൻ ജനക്കൂട്ടം പറഞ്ഞതൊന്നും കേട്ടില്ല. അവൻ ഉച്ചത്തില് നിലവിളിച്ചു. കേൾക്കേണ്ടവൻ കേൾക്കണമെന്ന ചിന്തയോടുകൂടിയാണ് അവൻ നിലവിളിക്കുന്നത്. തൻ്റെ നിലവിളിക്ക് ഉത്തരം കിട്ടുന്നത് വരെയും അവൻ നിലവിളിക്കുക. അവൻ നിലവിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടിയിട്ടാണ് അവൻ നിലവിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ രണ്ട് ബോധ്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തത്, അവൻ്റെ വ്യക്തിപരമായൊരു ബോധ്യം, തൻ്റെ നിലവിളി ദൈവം കേൾക്കുമെന്ന്. രണ്ടാമത് അവനുണ്ടായിരിക്കേണ്ട ബോധ്യം, തൻ്റെ നിലവിളിക്ക് ഉത്തരം തരാൻ ദൈവത്തിന് സാധിക്കും. ഈ രണ്ട് ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മറികടന്ന് നമുക്ക് നിലവിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ നിശബ്ദരായി പോകും. തന്നെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിസന്ധികളെയും എതിർപ്പുകളെയും ഒക്കെ നേരിടാൻ സാധിക്കുന്നത്. കർത്താവ് ഈ അന്ധനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 41-ാം തിരുവചനം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധന്റെ നിലവിളിയുടെ മുമ്പില് കർത്താവ് സരള ഹൃദയനാകുക. അവന്റെ ആഗ്രഹം എന്താണെന്ന് കർത്താവ് അന്വേഷിക്കുക. ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കർത്താവിന് മറികടന്നു പോകാൻ സാധിക്കില്ല. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വേണം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ നിലവിളിക്കാൻ. സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം 1-ാം തിരുവചനം, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കുമെന്ന്. നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ ആരെങ്കിലും ഒക്കെ കേൾപ്പിക്കാനാണോ? അതോ ദൈവം കേൾക്കാനാണോ? ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.